യേശുവിനെ അടക്കം ചെയ്ത കല്ലറ സ്ഥിതി ചെയ്യുന്ന പഴയ നഗരമായ ജെറുസലേമിലെ ഹോളി സെപ്പൽക്കർ ദേവാലയത്തിന് സമീപം മരിയൻ പ്രദക്ഷിണവുമായി വിശ്വാസികൾ. വിശുദ്ധ നാട്ടിൽ സമാധാനം സംജാതമാകാൻ വേണ്ടിയാണ് വിശ്വാസികൾ പ്രാർത്ഥനയുമായി ഒരുമിച്ച് കൂടിയത്. കന്യകാമറിയത്തിൻ്റെ രൂപവുമായി പുരാതന തെരുവുകളിലൂടെ നടന്നു നീങ്ങിയ മരിയൻ പ്രദക്ഷിണത്തിൽ വിശുദ്ധ നാട്ടിൽ 8 മാസമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ മാധ്യസ്ഥ യാചനയുമായി വിശ്വാസികൾ പ്രാർത്ഥനകൾ ഉയർത്തുകയായിരുന്നു. സെൻറ്റ് സേവിയർ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണത്തിൽ നിരവധി ബിഷപ്പുമാർ, ഫ്രാൻസിസ്കൻ സന്യാസിമാർ, വൈദികർ, കന്യാസ്ത്രീകൾ എന്നിവരോടൊപ്പം നൂറുകണക്കിന് വിശ്വാസികളും പങ്കെടുത്തു. സ്കൂൾ ഓഫ് ഫ്രറസ്, ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റ് ചർച്ച്, ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ ആസ്ഥാനം, ജെറുസലേമിലെ ഏറ്റവും പ്രശസ്തമായ 2 ഗേറ്റുകളായ ന്യൂ ഗേറ്റ്, ജാഫ ഗേറ്റ് എന്നിവയിലൂടെയാണ് പ്രദക്ഷിണം നീങ്ങിയത്. പുഷ്പങ്ങൾ വിതറിയും മരിയൻ ഗീതങ്ങൾ ആലപിച്ചും വിശ്വാസി സമൂഹം പ്രദക്ഷിണത്തിൽ ഭാഗഭാക്കായി. പ്രദക്ഷിണത്തിന് മുൻപ് ജെറുസലേമിലെ ലത്തീൻ സഭയുടെ ഇടവക വികാരി ഫാദർ അംജദ് സഭാറയുടെ നേതൃത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. ആഘോഷമായ വിശുദ്ധ കുർബാനയിൽ ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബറ്റിസ്റ്റ പിസബല്ലയും പങ്കെടുത്തു. കന്യാമറിയത്തിൻ്റെ ആത്മീയതയെയും അവളുടെ ഉറച്ച വിശ്വാസത്തെയും പ്രത്യാശയെയും ഫാദർ അംജദ് തൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച വിശ്വാസികൾ ഗാസയിൽ സമാധാനത്തിനായുള്ള പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് പ്രദക്ഷിണത്തിന് സമാപനം കുറിച്ചത്.